മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിവാദങ്ങൾ എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് ആ, സിനിമ എന്നുള്ള ഒരു മീഡിയം ഉപയോഗിക്കുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ മറ്റ് ചില സാമൂഹ്യ വിരുദ്ധ പ്രവണതകൾ, ഈ ലഹരി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സിനിമാ മേഖല അതിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു വ്യാപ്തി അതിനുണ്ട് എന്ന രീതിയിലുമുള്ള വലിയ ആരോപണങ്ങളാണുള്ളത്. അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ പോലും അന്വേഷണം എന്ന് പറയുന്നത് പലപ്പോഴും മന്ദഗതിയിൽ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 വർഷ കാലയളവിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിലും അതല്ല രാഷ്ട്രീയക്കാരാണെങ്കിലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പറയുന്നത്. 2014 ആ ഒരു വർഷം മാത്രം മലയാള സിനിമാ മേഖലയിൽ നിന്ന് 100 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് ആരോപിച്ചത് അക്കാലത്ത് മന്ത്രി കൂടിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം അത് ഉന്നയിക്കുന്നത് 2017 ഈ കഴിഞ്ഞ വർഷം 2023 മുൻ മന്ത്രിയായിട്ടുള്ള ശ്രീ ജി സുധാകരൻ കള്ളപ്പണം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലരും സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് എന്ന് പരസ്യമായിട്ട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്. ഈ രണ്ടാൾക്കാരും പറയുന്നത് ഈ പണത്തിന്റെ ഉറവിടം ആർക്കും അറിയില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഉറവിടം എവിടെയാണ്, എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകണം. അപ്പൊ അന്വേഷണം ഉണ്ടാവുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാം, അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ ഭാഗമായിട്ടുണ്ടാകാം. ഇപ്പൊ ആദായ നികുതി വകുപ്പിന്റെ ഭാഗമായിട്ട് വളരെ വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള റെയ്ഡ് പല നിർമ്മാതാക്കളെ കേന്ദ്രീകരിച്ച് നടക്കുന്നതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഏതാണ്ട് ഒരു 4 വർഷം മുമ്പ് സംസ്ഥാനത്തിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത് തന്നെ 2019 ജനുവരി 1 മുതൽ മലയാള സിനിമകളിൽ ഇവർ ഓരോരുത്തരും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ ചെലവ് സംബന്ധിയായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണോ ആ വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു കത്തയച്ചതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അതിലെന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ കേട്ടു, നടനും നിർമ്മാതാവും കൂടിയായിട്ടുള്ള ഒരു മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ടയാൾ, അദ്ദേഹം ഏതാണ്ട് 25 കോടി രൂപയോ മറ്റോ പെനാൽറ്റി ആയിട്ട് അടച്ച് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ചില കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്ന രീതിയിലത്തേക്കൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കുറെ അധികം ആൾക്കാർ, ഏതാണ്ട് 4-5 മറ്റ് പ്രൊഡ്യൂസേഴ്സ് ചോദ്യം ചെയ്യപ്പെടുന്നു. ഇതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ പറ്റി നമുക്ക് കൃത്യമായ രീതിയിലുള്ള ഇൻഫർമേഷൻ ഇല്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചിരിക്കുന്ന വിഷയത്തിൽ പോലും പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ പണത്തിന് മേൽ പരുതും പറക്കില്ല എന്ന് പറയുന്നത് പോലെ ഇവരുടെയൊക്കെ തന്നെ സ്വാധീന ശക്തി എത്രമേൽ പ്രബലമാണ് എന്നുള്ളത് വ്യക്തമാണ്. മന്ത്രിമാരായിരുന്ന രണ്ടാൾക്കാർക്ക് ആ സമയത്ത്, അവർ മന്ത്രിമാരായിരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലുള്ള നടപടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതും, പിന്നീട് ഈ മന്ത്രിസ്ഥാനമൊന്നും ഇല്ലാതായതിനു ശേഷം അവരിത് ആരോപണമായിട്ട് പറയുന്നു എന്നതും കൊണ്ട് തന്നെ അത് എത്രത്തോളം ഗുരുതരമാണ് എന്നും അവരുടെ നിയന്ത്രണത്തിനും ഒരുപക്ഷെ അതീതമാണ് എന്നുള്ളതും വ്യക്തമാണ്. അപ്പൊ ഇവർക്കെല്ലാം തന്നെ ഭരണത്തിലുള്ള സ്വാധീനം കൊണ്ടാവാം ഒരുപക്ഷെ താങ്കൾ ഈ പറഞ്ഞതുപോലെയുള്ള പല ഏജൻസികളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എങ്ങും എത്താതെ പോകുന്നത്. അതല്ല എങ്കിൽ ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള അന്വേഷണവും കാര്യങ്ങളും ഒക്കെ വരുന്നു, അത് എങ്ങും എത്താതെ പോകുന്നു. അതേപോലെ തന്നെ ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ബെനാമി പ്രൊഡ്യൂസേഴ്സ് ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ പല പ്രൊഡ്യൂസർമാരും അവർ 1-2 സിനിമകളൊക്കെ എടുത്തതിന് ശേഷം ആ സിനിമകളെല്ലാം സാമ്പത്തികമായി പരാജയമായതിനു ശേഷവും വലിയ ബജറ്റ് സിനിമകൾ വീണ്ടും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതി അതർവൈസ് ഉള്ള ആൾക്കാരാണോ ഇവർ എന്ന രീതിയിലത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊന്നും തന്നെ പിന്നീട് ഒരു തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു കേസിലൊക്കെ പെട്ടുപോകുന്നതായിട്ടൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല. ഈ ചില വാർത്തകളൊക്കെ തന്നെ ഇങ്ങനെ മാധ്യമങ്ങൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും തന്നെ ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു ക്ലോഷറിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.